എം.ആർ. ബൈജു വലിയ തിരക്കിൽ തന്നെയാണ്. ഗൃഹസന്ദർശനവും പര്യടനവും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. എങ്ങനെയാ തോന്നുന്നു? ഒരു ആദ്യമായിട്ടാണ് താങ്കൾ നിയമസഭയിൽ കളത്തിലിറങ്ങുന്നത്. എങ്ങനെ തോന്നുന്നു പ്രചാരണം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ? പ്രചരണ പരിപാടികൾ നമ്മൾ വളരെ മുന്നിലാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെയും നമ്മുടെ നിയോജക മണ്ഡലത്തിലെയും ഒരു പൊതുവികാരം ആ ഭരണ സംവിധാനങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കിട്ടുന്ന ആവേശം, സാധാരണക്കാരെന്ന് പറഞ്ഞത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന MLA-യുടെയും സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളതാണ്. മറുഭാഗത്ത് നിൽക്കുന്നത് സിറ്റിംഗ് MLA ആണ്. 2 തവണ MLA ആയി, 3-ാം തവണയാണ് ജനവിധി തേടുന്നത്. അപ്പോൾ മണ്ഡലവുമായിട്ടൊരു ആത്മബന്ധമൊക്കെയാണ് സിറ്റിംഗ് MLA പറയുന്നത്. തീർച്ചയായും അത് ഒരു 10 വർഷം ഭരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ആത്മബന്ധം ഉണ്ടാകും, സർക്കാരിൻ്റേതായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ടാകും, ഒരുപാട് പ്രിവിലേജസ് ഉണ്ടാകും. അവർക്ക് നമ്മളൊന്ന് ആലോചിച്ചു, കഴിഞ്ഞ നവകേരള സദസ്സുമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി കാട്ടാക്കട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നു. അന്ന് അവിടെ കടന്നു വരുമ്പോൾ അവർ സംവദിച്ചത് ആരൊക്കെയായിട്ടാണ്? പൗരപ്രമുഖരുമായിട്ടാണ്. സമൂഹത്തിൽ മുകൾത്തട്ടിൽ താമസിക്കുന്ന ഒരു ന്യൂനപക്ഷവുമായിട്ട് സംവദിച്ച് കടന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായി. അത് തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അന്ന് ഈ ഭരിക്കുന്ന പാർട്ടിക്കും MLA-ക്കും 2 സ്ഥാനാർത്ഥികൾക്കും അവർ പൗരപ്രമുഖരുമായി സംബന്ധിച്ച് കടന്നു പോവുകയാണ്. പക്ഷേ ഞാൻ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് ഈ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലടക്കം വരുന്ന ഏകദേശം 95% വരുന്ന സാധാരണക്കാരുമായി, പാവപ്പെട്ടവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും താഴെത്തട്ടിലുള്ള ഒരു പൊതുവികാരം, ജനങ്ങളുടെ ഒരു പൊതുവികാരം UDF-ന് അനുകൂലമാണ്. താങ്കൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗവും ഒക്കെ ആയിരുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവം ഇത്തവണ ഈ നിയമസഭയിൽ കളത്തിലിറങ്ങുമ്പോൾ എത്രത്തോളം മുതൽക്കൂട്ടാവും? ഞാൻ ഈ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഞാൻ 2 ഘട്ടം ജനപ്രതിനിധിയായിരുന്ന ആളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എനിക്കിന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്തതും ഹൃദയത്തിൽ തട്ടിയതുമായിട്ടുള്ള ഒരു വിഷയം വിളപ്പിശാല സമരവുമായിട്ടാണ്. വിളപ്പിശാല സമരം നടക്കുന്ന അവസരത്തിൽ 5 ദിവസം നിരാഹാര സമരം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ആ ജനതയോട് ഒപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. അതിനുള്ള അവസരം കിട്ടിയെന്നുള്ളതാണ്. 5 ദിവസം നിരാഹാര സമരം കഴിയുമ്പോൾ ആ വിളപ്പിശാല ചവർ ഫാക്ടറി അടച്ചുപൂട്ടിയത് ഞാൻ നിരാഹാരം കിടന്നത് ാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ആ സമരത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത്, അവിടെ നടന്നു വന്നത് എത്ര പേരാ? എല്ലാവരും സാധാരണക്കാരല്ലേ. ആ ഒരു ജനതയെ മുഴുവൻ, അന്ന് ഇടതുപക്ഷക്കാരാണ് ആ ചവർ സംസ്കരണ ശാല അവിടെ കൊണ്ടുവന്നു. പക്ഷെ അതിനെ തുടർന്ന് അത് അടച്ചുപൂട്ടുന്ന സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം, അത് സാധാരണക്കാരുടെ വിഷയമായി കണ്ടുകൊണ്ട് നാളുകളിൽ അത് വലിയൊരു അനുഭവ സമ്പത്തായി കയ്യിലുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയൊക്കെ ആയിരുന്നതിൻ്റെ ഒരു അനുഭവം ഇത്തവണ നിയമസഭയിൽ ആദ്യമായി കളത്തിലിറങ്ങുമ്പോൾ ഒരു ആത്മവിശ്വാസം ആ രീതിയിൽ ജനങ്ങൾ ചേർത്ത് നിർത്തുമെന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി M.R. ബൈജുവിൻ്റെ ഒരു ആത്മവിശ്വാസം. അബ്രാമിനൊപ്പം അൻഫിലി ഡിസൂസ.